30 വർഷമായി മിമിക്രി രംഗത്തുള്ള പിതാവിൻ്റെ ശിക്ഷണത്തിൽ എത്തിയ മകൻ ഇന്ന് മിമിക്രി വേദിയിൽ കയ്യടി നേടുകയാണ്. വ്യത്യസ്തമായ അവതരണം കൊണ്ട് എ ഗ്രേഡ് കരസ്ഥമാക്കി കാണികളുടെ എല്ലാം കയ്യടി വാങ്ങിയ ധനുഷ് ചന്ദാണ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നത്. ധനുഷ് പിതാവിൻ്റെ ശിക്ഷണത്തിലാണ് ഈ ഒരു രംഗത്തേക്ക് എത്തുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു മിമിക്രി ഒരു പഠനവും ആ ഒരു കാലഘട്ടം അതിൻ്റെ ഒരു യാത്ര എങ്ങനെയാണ്? ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഓരോന്ന് ചെയ്യാറുണ്ടായിരുന്നു സൗണ്ട്സൊക്കെ. അപ്പം തോന്നി ഞാനും ഇങ്ങനെ ചെറിയ ചെറിയ സൗണ്ട്സൊക്കെ ചെയ്യായിരുന്നു ചെറിയ ക്ലാസ്സിലൊക്കെ. അപ്പം പുള്ളിക്കാരന് മനസ്സിലായി എനിക്കിങ്ങനെ ഒരു കഴിവുണ്ടെന്ന്. അപ്പം പിന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുമായിരുന്നു. സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത് അതോ നേരത്തെ? ഞാൻ കുറേ വർഷങ്ങൾ 8ാം ക്ലാസ്സും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ സ്റ്റേറ്റ് ഇത് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ അച്ഛൻ മിമിക്രി കളിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ തന്നെ എനിക്കും ലഭിച്ചു അങ്ങനെ ഒരു പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം, എ ഗ്രേഡ് കിട്ടാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. ഓൾസോ ജില്ലയിൽ നിന്നും അതേപോലെ തന്നെയായിരുന്നു, അച്ഛൻ കളിച്ച സ്റ്റേജിൽ നിന്ന് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. വലിയ സന്തോഷം. അതൊരു വലിയൊരു ഒരു പ്രൗഡ് മൊമെൻ്റാണ്. അതായത് അച്ഛൻ വന്ന വേദിയിൽ മകനും അതേ ഒരു അല്ലേ? അതെ, തീർച്ചയായും കുറേ മുമ്പേ യുവജനോത്സവത്തിലൂടെ ഞാൻ മോണാക്റ്റിൽ സംസ്ഥാനത്ത് 1ാം സമ്മാനം നേടിയത് ഇവിടെ വെച്ചാണ്. പിന്നെ പലപ്പോഴും ഞാൻ ചില പ്രോഗ്രാമിനും വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ മോനെ ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എന്തായാലും ധനുഷ് ഇന്ന് അവതരിപ്പിച്ചതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 1-2 ഐറ്റംസ് നമ്മുടെ അമൃത പ്രേക്ഷകർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ VS അച്യുതാനന്ദൻ സാറിൻ്റെ ശബ്ദമായിരുന്നു ചെയ്തത്. അതായത് പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ് തൃശ്ശൂരിലുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ആശങ്കയുമില്ല ഇല്ല ഇല്ല ഇതായിരുന്നു ചെയ്തത്. വേറെ വെള്ളാപ്പള്ളി നടേശൻ സാറ്. അതായത് വോട്ടിനെ പറ്റി പറഞ്ഞ ഒരു വോട്ട് ഒരു തട്ട് ഒരു മുട്ട് എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് മുട്ടാൻ വരണ്ട. അത് അത്രയായിരുന്നു ചെയ്തത്. മൃഗങ്ങളുടെ എന്തൊരു സംഭവം ചെയ്തില്ല അതൊന്നും? മൃഗങ്ങളുടെ ഇപ്പം ഇതൊരു എലക്ഷൻ ബേസ്ഡ് ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പം ഒരു സമരം ഇരിക്കുന്ന ഒരു താറാവ് ഒരു സമരം ഇരിക്കുന്ന പോലത്തെ ഒരു ഇത് ചെയ്തിരുന്നു. അപ്പം അതിൽ തന്നെ ഇവർ എല്ലാ പക്ഷികളും സമരം ചെയ്യുമ്പോൾ ഒരു കോഴീനെ എറിയുകയാണ് ഈ ഒരു ടൈമിൽ. അതായിരുന്നു. എന്താ ഈ രംഗത്ത് ഇനിയിപ്പം മിമിക്രി രംഗത്ത് സിനിമയിലൊക്കെ കയറുന്ന ഒരുപാട് താരങ്ങളുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റിൽ അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായിട്ടാണെന്ന് പറയുന്നു. ഇനിയിപ്പം തുടർന്നും അടുത്ത വർഷങ്ങളിലെല്ലാം എത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പം എന്താണ് ഈ രംഗത്തുള്ളൊരു ലക്ഷ്യം എന്താണ്? സിനിമ ലക്ഷ്യമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം അത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ ദൈവം സഹായിച്ചിട്ട് ഇതുപോലെ ഇനിയും ഉയരങ്ങളിലെത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഈ രംഗത്ത് ഇപ്പം പരിശീലനമൊക്കെ അങ്ങനെ അച്ഛനാണ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത്. അപ്പം അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊരു കൂടുതൽ എളുപ്പം ഈ ഒരു പഠിക്കുന്നതിനോ അല്ലെങ്കിൽ അതൊരു സംശയങ്ങളൊക്കെ മാറ്റിത്തരാനോ അങ്ങനെയൊക്കെ ഒരു ഈസി ആയിട്ട് വന്നായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പൂൺ ഫീഡിങ് പോലെ അല്ലായിരുന്നു ഒരിക്കലും. അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ചിട്ട് രസകരമായിട്ട് നമ്മളൊരിക്കലും ഇതൊരു വലിയ പ്രൊഫഷനായിട്ട് തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പക്ഷേ അത് ചെയ്ത് ഓരോന്ന് ശരിയായി പിന്നീട് ഓരോ പ്രോഗ്രാമിലൊക്കെ ചെയ്യുമ്പോൾ അതങ്ങ് ഹിറ്റായി ഓരോരുത്തരുടെ സപ്പോർട്ടും അങ്ങനെ അല്ലാണ്ട് ഒരിക്കലും ഒരു ഫോഴ്സ് ചെയ്തിട്ടുള്ള അല്ലാത്തതുകൊണ്ട് വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റി. എന്തായാലും എല്ലാവിധ ആശംസകളും വരുന്ന വേദികളിലും ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ. അതാണ് ധനുഷ്. ഈ മിമിക്രി വേദികളിൽ പലപ്പോഴും കേട്ട് അല്ലെങ്കിൽ കേട്ട് തഴമ്പിച്ച ചില ശബ്ദാനുകരണങ്ങളാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ പല വിദ്യാർത്ഥികളും വളരെ വ്യത്യസ്തമായിട്ട് പുതിയ നൂതനമായിട്ടുള്ള ശൈലികളുമായെല്ലാം എത്താറുണ്ട്. അത്തരത്തിലേക്ക് വേദി കീഴടക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് ധനുഷ്. എന്തായാലും ധനുഷിൻ്റെ ആഗ്രഹം പോലെ തന്നെ സിനിമാ രംഗത്തേക്ക് കടന്നു വരുവാൻ ധനുഷിന് കഴിയട്ടെ. എന്തായാലും ഈ കലോത്സവത്തിൽ മിമിക്രി വേദിയിൽ ഏറെ പൊട്ടിച്ചിരിപ്പിച്ച ധനുഷ് അങ്ങനെ ഈ ഒരു രംഗത്താകെ തന്നെ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു കലാകാരനായി മാറുകയാണ്. കലോത്സവ വേദിയിൽ നിന്നും മനോജ് പേരമ്പറയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.